Good morning, all. Okay, so നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ലബോറട്ടറി സർവീസ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അപ്പോ അവിടെ നമ്മളെ കുറിച്ച് എന്താണ് ഒരു ലബോറട്ടറി എന്ന് പറഞ്ഞു അല്ലെ? മെഡിക്കൽ ലബോറട്ടറി. ദെൻ എന്തൊക്കെയാണ് ഒരു മെഡിക്കൽ ലബോറട്ടറിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ? അതിന്റെ ഫങ്ഷണൽ ഡിവിഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിൻ അനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ദെൻ ഓരോ ഡിപ്പാർട്ട്മെന്റിലും സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റഡികളെ കുറിച്ച് പറഞ്ഞായിരുന്നു. പഠിച്ചെല്ലാവരും പഠിച്ചോ? നമ്മൾ കുറെ സ്റ്റഡികൾ എഴുതിയില്ലേ? ഓർക്കുന്നുണ്ടോ? സ്റ്റഡി ഓഫ് ബ്ലഡ്, സ്റ്റഡി ഓഫ് വൈറസ്, സ്റ്റഡി ഓഫ് ബാക്ടീരിയ, സ്റ്റഡി ഓഫ് ഫംഗി. ഓർക്കുന്നുണ്ടോ? പഠിച്ചു. ഓക്കെ, ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കാട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഹൈറാർക്കി പഠിച്ചു അല്ലെ? ഒരു ലാബിലെ പൊസിഷൻസുകൾ. അപ്പൊ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ലബോറട്ടറി ഡയറക്ടർ, ദെൻ ടെക്നിക്കൽ സൂപ്പർവൈസർ, ജനറൽ സൂപ്പർവൈസർ, ദെൻ MLD, PBT. ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ എന്താ പറയാ? അടിസ്ഥാന സൗകര്യങ്ങള് അല്ലെ? ഡൗട്ട്? ഓക്കെ, എന്താ ചോദിച്ചോളൂ. DNA ടെസ്റ്റ്. ടെസ്റ്റുകൾ മീൻസ് നമ്മൾ ലബോറട്ടറിയിൽ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് ഓരോ ടെസ്റ്റുകളും ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ലബോറട്ടറി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. നമുക്കറിയാം ഒരു ലബോറട്ടറിയിൽ വരുന്ന ഡിഫറെന്റ് ടെസ്റ്റുകൾ തന്നെയാണ്. DNA ടെസ്റ്റുകൾ തന്നെയാണല്ലോ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഈ ചാപ്റ്ററിൽ ഇല്ല, വരുന്നില്ല. ഉൾപ്പെടുന്നതാണ് എന്തായാലും കേട്ടോ. നമ്മൾ ലബോറട്ടറിയിൽ ലാബിൽ ചെയ്യുന്നത് DNA ടെസ്റ്റും കാര്യങ്ങളും ബ്ലഡ് സാമ്പിൾസും പല പല ഡിഫറെന്റ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ അതില് സ്പെഷ്യൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. മൈക്രോബയോളജിയിൽ പറയുന്നത് മൈക്രോ ഓർഗാനിസം മീൻസ് ബാക്ടീരിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടൊന്നും പഠിക്കാനില്ല. നമ്മൾക്ക് എന്തൊക്കെയാണോ സ്റ്റഡീസ്, എന്തിനെ കുറിച്ചുള്ള പഠനം, അത് മാത്രം പഠിക്കാനുള്ളൂ. അതും ഇതിൽ PDF-ൽ ഇല്ല. ദെൻ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ പറഞ്ഞത് മാത്രം. ഓക്കെ, അതിട്ടില്ലാത്തതൊന്നും ചോദിക്കില്ല കേട്ടോ, പേടിക്കില്ല. നമ്മളുടെ PDF-ലായിട്ട് റിലേറ്റ് ചെയ്തത് മാത്രം ചോദിക്കാറുള്ളൂ, പുറമേ ഒന്നും ചോദിക്കില്ല. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ് ഒരു ലബോറട്ടറിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി changes with the needs of clinical research services provided by laboratory. ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലബോറട്ടറി നൽകുന്ന ക്ലിനിക്കൽ ഗവേഷണത്തിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പുതിയ പുതിയ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ എക്യുപ്മെന്റുകൾ കൊണ്ടുവരുന്നു അല്ലെ? ഇപ്പൊ ഓരോ ദിവസങ്ങളും കൂടി വരുമ്പോഴും എന്താണ് ടെക്നോളജിക്കലി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ പുതിയ പുതിയ ഇപ്പോ ബ്ലഡ് സാമ്പിൾ നോക്കാനൊക്കെ തന്നെയാണെങ്കിൽ പുതിയ പുതിയ എക്യുപ്മെന്റുകളൊക്കെ ഓരോ ദിവസങ്ങളിലായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ക്ലിനിക്കൽ റിസർച്ചിന്റെ ചികിത്സാപരമായിട്ടുള്ള ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തില് പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചറുകളും ഒരു ലബോറട്ടറിയിൽ ഉപയോഗിച്ചു വരുന്നു. But the basic need should be meet regulatory and international standards. Infrastructure of the laboratory directly affects the quality of research data, efficiency and safety of laboratory workers. ഇപ്പൊ നമ്മൾ പറഞ്ഞു പുതിയ പുതിയ ടെക്നോളജിക്കലി എക്യുപ്മെന്റുകൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ലബോറട്ടറിയിൽ ഉപയോഗിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഒരു ലബോറട്ടറി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ ആയിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള മാനദണ്ഡങ്ങൾ ഒരു ലബോറട്ടറി പാലിച്ചിരിക്കണം. എന്തൊക്കെയായിരിക്കും ഒരു ലബോറട്ടറി പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ? ആലോചിച്ച് നോക്കി. ഒരു ലബോറട്ടറി നമ്മൾ അവരുടെ ഇഷ്ടം പോലെയാണ് അവർ പെരുമാറേണ്ടത്? സ്റ്റാഫുകളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നത്? ആണോ? അല്ല അല്ലെ? കുറച്ച് സ്റ്റാൻഡേർഡുകളോടെ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും അല്ലെ? എന്തൊക്കെയായിരിക്കും അവർ പാലിക്കേണ്ടത്?
ഒന്നും പാലിക്കണ്ടേ? ഒരു ലബോറട്ടറി ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സിലോട്ട് ഒരു ലബോറട്ടറി കൊണ്ടുവരിക. അപ്പോ അവിടെ എന്തൊക്കെ മാനദണ്ഡങ്ങളായിരിക്കണം സ്റ്റാഫുകൾ പാലിക്കേണ്ടത്? ടൈം, ഓക്കെ, അവർ കറക്റ്റ് ടൈമുകൾക്ക് ഷെഡ്യൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് പ്രൈമറി ആയിട്ട് പറയാം. ഡിസിപ്ലിൻ, സേഫ്റ്റി അല്ലെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പാലിക്കേണ്ട ഒരു മാനദണ്ഡമാണ് സേഫ്റ്റി അല്ലെ. ക്ലീനും സേഫ്റ്റി ഒക്കെ ഒരുമിച്ച് പറയാലോ. സേഫ്റ്റിയിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ പാലിക്കണം? സേഫ്റ്റി സുരക്ഷിതമാകണമെങ്കിൽ ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ എങ്ങനെയാണ്? നോർമൽ ഡ്രസ് ആണോ നിൽക്കുന്നത്? ആണോ? നോർമൽ ഗൗൺ മീൻസ് നമ്മൾ ഒരു ലാബ് കോട്ട് ധരിക്കും അല്ലെ, യൂണിഫോം എന്ന് പറയാം. അത്യാവശ്യം കട്ടിയുള്ള ലാബ് കോട്ടുകൾ ധരിക്കും, മാസ്ക് വെക്കും, ഗ്ലൗസ് ധരിക്കും അല്ലെ. അങ്ങനെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു ലബോറട്ടറിയിലെ സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യുന്നത്. കണ്ടോ? നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ലബോറട്ടറി ഡയറക്ട്ലി അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ അല്ലെ. അപ്പോ ഒരു ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അവിടുത്തെ ആവശ്യകതകള് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റിസർച്ച് ഡാറ്റനെ അഫക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ്, ലബോറട്ടറിയിൽ നിൽക്കുന്ന വർക്കേഴ്സിന്റെ സേഫ്റ്റി, കാര്യക്ഷമതയും അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അതാണ് നമ്മൾ പറഞ്ഞത്, ലാബ് കോട്ട് ധരിക്കുക, ഗ്ലൗസ് ധരിക്കുക, മാസ്ക് ധരിക്കുക അല്ലെ. ഇതിങ്ങനെയുള്ള സേഫ്റ്റി ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. Then last നോക്കാം. The management of laboratory is responsible for providing sufficient resource to staff to guarantee efficient working of a laboratory. മാനേജ്മെന്റ് ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക, മാസ്ക്, ഗ്ലൗസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ടു ഗ്യാരണ്ടി എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ലബോറട്ടറി, നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി മാനേജ്മെന്റ് സ്റ്റാഫുകൾക്ക് റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്ത് നൽകുക. ഓക്കെ, ജസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് മെയിൻ സെക്ഷൻ ആണ്. ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. ഒരു നല്ലൊരു ലബോറട്ടറി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരു ഗുഡ് ആയിട്ടുള്ള ലബോറട്ടറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പോയിന്റ് ആണ്. ഓരോ പോയിന്റ് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, സൈനേജ് അല്ലെ. സൈനേജ് within or outside the facility should be made available അല്ലെ. ഒരു ലബോറട്ടറിക്ക് ഒരു സൈനേജ് ബോർഡ് ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു ലബോറട്ടറിയിൽ ചെന്നു, ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയല്ല, പുറത്ത് നമ്മൾ മറ്റു ലബോറട്ടറിയിലൊക്കെ പോവാറില്ലേ? ബ്ലഡ് ചെക്ക് ചെയ്യാനും മറ്റും പോകാറുണ്ടോ ലബോറട്ടറിയില്? ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ പോയിട്ടുണ്ടാവുമല്ലോ അല്ലെ. പോകുമ്പോ ആ ലബോറട്ടറിയിലെ പുറമേ നമ്മൾ കയറാൻ പോണേ ലബോറട്ടറിയുടെ ഉള്ളിലേക്ക്. അപ്പോ പുറമേ നോക്കുമ്പോ ലബോറട്ടറിയുടെ ബോർഡ് ഉണ്ടാകും അല്ലെ, സൈനേജ് ബോർഡ്. അതില് എന്തൊക്കെയായിരിക്കും എഴുതിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ലബോറട്ടറിയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ലബോറട്ടറിയുടെ ഫ്രണ്ടിലോ വെയിറ്റിംഗ് റൂമിലേക്ക് ഇരിക്കുകയാണ്. അപ്പോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ എഴുതി വെച്ചിരിക്കുക? ടൈമിംഗ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് പേരുണ്ടാവൂലേ ആ ലബോറട്ടറിക്ക്? പേര് ഇപ്പൊ DDICയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് അല്ലെ, നെയിം. Then registration number, registration number ഉണ്ടാകും. Then വേറെ എന്തൊക്കെയുണ്ട്? സർവീസ് ഓഫേർഡ്, ടെസ്റ്റുകളുടെ നെയിമുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ എന്തൊക്കെ ടെസ്റ്റുകളാണ്. Then വർക്കിംഗ് അവേഴ്സ്, എത്ര മണി തുടങ്ങി എത്ര മണി വരെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. Then ഫീസ്, ഡിഫറെന്റ് ടെസ്റ്റുകൾ, മറ്റ് സർവീസുകൾ അല്ലെ. ഇതൊക്കെയാണ് ഒരു ലബോറട്ടറിയെ കുറിച്ചിട്ടുള്ള സൈനേജില് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് വൺ, എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് അല്ലെ. സുരക്ഷിതമായിട്ടുള്ള റെഗുലേഷൻസ്, മാനദണ്ഡങ്ങൾ, നിയന്ത്രണങ്ങൾ കൊടുക്കും. എന്തൊക്കെയാണ്? യൂസ് സേഫ്റ്റി സൈനേജസ് ആസ് ആപ്ലിക്കബിൾ അല്ലെ. സൈനേജസും മറ്റും കൊടുക്കും. അതായത് ചിലപ്പോ അകത്തേക്ക് പ്രവേശിച്ചപ്പോ സ്കാനിങ്ങും മറ്റൊക്കെ ഏരിയ വരുമ്പോ പ്രവേശനം, നോ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞ് സൈനേജുകൾ കൊടുക്കാറുണ്ട് ലബോറട്ടറിയിലാണെങ്കിലും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മീൻസ് പുറത്തുനിന്ന് ഒരാൾ അതിലേക്ക് പ്രവേശിപ്പിക്കില്ല, നോ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സൈനേജ് കൊടുക്കും. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, എമർജൻസി പ്ലാൻസ് അല്ലെ.
എമർജൻസി അടിയന്തര പ്ലാൻസുകൾ എന്തൊക്കെയാണ്? ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റ്സ് എക്സെട്ര. അതായത് കെമിക്കൽ സ്പില്ലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മീൻസ് കെമിക്കൽസും മറ്റും മെർക്കുറിയും മറ്റു അല്ലെങ്കിൽ ഫ്ലൂയിഡ്സോ അങ്ങനെയുള്ള സ്പില്ലേജുകൾ സംഭവിക്കാം, ചോർച്ചകൾ വരാം. ദെൻ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഒരു സ്ഥാപിച്ചിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിനുള്ളിൽ? ഹോസ്പിറ്റലിൽ മാത്രമല്ല എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉണ്ട്. തീപിടുത്തമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെ എടുക്കാനുള്ള ഒരു എക്യുപ്മെന്റ്, ഒരു റെഡ് കളറുള്ള ഒരു ഫയർ സെക്ഷൻ അല്ലെ? ഓക്കെ, ഫയർ, കെമിക്കൽ സ്പില്ലേജ്. പിന്നെ ലാബ് ആക്സിഡന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാബില് മറ്റു പ്രശ്നങ്ങളൊക്കെ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള സുരക്ഷിതത്വം. ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്, ഡിസാസ്റ്റർ ദുരന്തം അല്ലെ? ദുരന്ത നിവാരണത്തിനായിട്ടുള്ള പ്ലാൻസുകളും മറ്റും ഒരു ലബോറട്ടറിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ദെൻ അടുത്ത പോയിന്റ്, കോൺസ്റ്റന്റ് പവർ സപ്ലൈ, സ്ഥിരമായിട്ടൊരു വൈദ്യുതി ഉണ്ടായിരിക്കണം അല്ലെ? വൈദ്യുതിയിലല്ലേ, ഇലക്ട്രിക്കലല്ലേ ഓരോ എക്യുപ്മെന്റ്സുകളോടെ പ്രവർത്തിക്കുന്നത്. സോ സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജനറേറ്ററോ മറ്റേതെങ്കിലും തരത്തില് സ്ഥിരമായിട്ടും കോൺസ്റ്റന്റ് ആയിട്ടും നമ്മള് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, വെന്റിലേഷൻ, എൻവയോൺമെന്റ് കൺട്രോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എക്സെട്ര, ആൻഡ് ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സ്. ആവശ്യത്തിന് വേണ്ട വെന്റിലേഷൻസ് സൗകര്യങ്ങൾ ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം അല്ലെ? വായു സഞ്ചരിക്കാനായിട്ടുള്ള ഒരു വെന്റിലേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ എന്താ പറയുന്നത്? എൻവയോൺമെന്റ് കൺട്രോള്, നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കുക. ടെമ്പറേച്ചർ, ആ ലബോറട്ടറിയിൽ ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ ഉണ്ടായിരിക്കാം. ഹ്യൂമിഡിറ്റി അല്ലെ, ഒരു ഈർപ്പം ഉണ്ടായിരിക്കണം. നമുക്കറിയാം ലബോറട്ടറിയിലൊക്കെ കൂടുതലും AC ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി, മീൻസ് ആ ടെമ്പറേച്ചർ ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ദെൻ അത്യാവശ്യത്തിന് വേണ്ട ലൈറ്റനിങ് അറേഞ്ച്മെന്റ്, സാമ്പിളുകളൊക്കെ പരിശോധിക്കണേക്കല്ലേ? അപ്പോ അതിനാവശ്യമായിട്ടുള്ള നല്ല ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം, നല്ലൊരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരിക്കാം. ദെൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്, റെഫറൽ സെന്ററുകളുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് ഈ റെഫറൽ സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഐഡിയ ഉണ്ടോ? റെഫറൽ സെന്റർ അതായത് നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യണം, ഇപ്പോ TSH, നമ്മൾ തൈറോയിഡിന്റെ ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോയ ലാബില് ഓൾറെഡി നമ്മളുടെ ബ്ലഡ് അവരെടുക്കും. ചിലപ്പോ അത് ടെസ്റ്റിന് വേണ്ടി അവര് മറ്റൊരു സെന്ററിലേക്ക് അയച്ചു കൊടുക്കും ഇല്ലേ? അപ്പൊ അവര് പറയും ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് അയച്ചു കൊടുക്കും അല്ലെ? സാമ്പിൾ എടുത്തിട്ടുണ്ടാകും, പക്ഷെ അത് അവിടെ ചെയ്യില്ല, അവര് വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റു ലബോറട്ടറിയിലോട്ടായിരിക്കും അവര് റിസൾട്ടിന് വേണ്ടിയിട്ട് അയക്കുന്നത്. അപ്പൊ നമ്മളോട് പറയും 2 ദിവസം 3 ദിവസം ആകും റിസൾട്ട് വരാനായിട്ട് അല്ലെ? അപ്പൊ അവര് കോണ്ടാക്ട് ചെയ്യും, ഇത്ര ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുവുള്ളൂ എന്ന് പറയും. സോ അങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കില്ലേ, അതിനാണ് റെഫറൽ സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? റെഫറൽ സെന്റർ അപ്പൊ അവരായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. Then transport of specimen samples to referral center. സ്പെസിമെൻസ് എന്ന് വെച്ചാൽ സാമ്പിളുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കണം. നമ്മളിൽ നിന്നും ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അത് റെഫറൽ സെന്ററിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുക. ഓക്കെ, then lab area that contain carcinogens. എന്താ carcinogens എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് കെമിക്കൽസ് ആണത്, ഇൻഫെക്ഷൻ ആയിട്ടുള്ള കെമിക്കൽ ആയിട്ടുള്ള വസ്തുക്കൾ. ദെൻ റേഡിയോ ഐസോടോപ്സ്, അതായത് റേഡിയോ വികിരണങ്ങൾ. ബയോഹസാർഡ്സ്, ബയോഹസാർഡ്സ് എന്ന് വെച്ചാൽ ഈ വേസ്റ്റുകൾ, അതായത് ഈ ഫ്ലൂയിഡും ബ്ലഡും അങ്ങനെ വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ. ആൻഡ് ലേസേഴ്സ്, ലേസർ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഒരു ഏരിയകൾ. should be correctly marked with proper warning signs. അപ്പോ ഇങ്ങനെയുള്ള ഏരിയകൾ, അതായത് കെമിക്കൽസ് ഉള്ള കാർസിനോജൻസ്, അതുപോലെ തന്നെ റേഡിയോ ഐസോടോപ്സ്, പിന്നെ ബയോഹസാർഡ്സ്, ലേസേഴ്സ്, അങ്ങനെയുള്ളവിടത്തൊക്കെ നമ്മൾ പ്രോപ്പർ വാർണിംഗ് സൈൻസ് വെക്കണം. അതായത് ഇപ്പോ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ എക്സ്റേ, സ്കാനിങ് ഡിപ്പാർട്ട്മെന്റ്, ഡയാലിസിസ്, ഇന്ന ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം ഒരു വാർണിംഗ് സിംബൽസ് വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോകുമ്പോ വാർണിംഗ് സിംബൽസ് വെച്ചിട്ടുണ്ടാകാം അല്ലെ? ഇപ്പൊ റേഡിയേഷൻ ഒരു സിംബൽസ് വാർണിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആ ഒരു സെക്ഷനിൽ അവരൊരു വാർണിംഗ് സൈൻസ് വരും അല്ലെ? അപ്പൊ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സെക്ഷനിൽ വാർണിംഗ് സൈൻസോ സിംബൽസ് ഒക്കെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ.
മെയിനായിട്ട് ഇതുപോലെ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിലും ലബോറട്ടറിയിലൊക്കെ ഒന്ന് നോക്കാം. ഇങ്ങനെയുള്ള വാർഡൻ സയൻസുകൾ വെച്ചിട്ടുണ്ടാണ്. ഓക്കെ, then next point, to eschew cross contamination. എസ്ക്യൂ എന്നുള്ളത് അവിടെ അവോയ്ഡ് എന്നാക്കാം കേട്ടോ. ഒന്ന് അവോയ്ഡ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ്. അവോയ്ഡ് എന്നാക്കാം, അവോയ്ഡ്. To avoid cross contamination, the basic infrastructure facilities should have separated designated area for reception, for specimen collection, for waiting, for area disposal area, cleaning of glass wires, toilet facility for staff and for patients. Separate ചെയ്ത് പറയാം കേട്ടോ. അതായത് avoid cross contamination of basic infrastructure facilities. അതായത് മലിനീകരണം തടയാനായിട്ട് അല്ലെ, അവോയ്ഡ് ചെയ്യാം, മലിനീകരണം തടയാനായിട്ട് should have separated, പ്രത്യേകമായിട്ടും ഡെസിഗ്നേറ്റ് ചെയ്യണമെന്ന് ഓരോ ഏരിയകളാണ്. ഇപ്പൊ റിസപ്ഷൻ വെൽ ക്ലീൻഡ് ആയിരിക്കുക. then specimen collection, നമ്മൾ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ഒരു ഏരിയ, അത് നമ്മൾ എന്ത് ചെയ്യാം, മലിനീകരണം ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് ക്ലീൻനെസ് ചെയ്ത് വെക്കുക. then waiting area, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏരിയകൾ വെൽ ക്ലീൻഡ് ആയിരിക്കണം. ഡിസ്പോസൽ ഏരിയ, നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന ഏരിയകൾ അവിടെയും ക്ലീനിങ് ആയിരിക്കുക. then glass wires, cleaning of glass wires. എന്താ glass wires? glass wire മറ്റും ലബോറട്ടറിയിൽ ഉണ്ടാകുമല്ലോ, അത് ക്ലീൻ ചെയ്യുക. then ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം ഒരു ലബോറട്ടറിയിൽ. സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒരു ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, then next point നോക്കാം. specimen or sample slide storage facility including cold storage. cold storage area ഉണ്ടായിരിക്കണം ഒരു ലബോറട്ടറിയിൽ. അറിയാലോ കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ഉണ്ടാകും അല്ലെ, അതായത് സാമ്പിൾസുകളൊക്കെ നമ്മൾ അങ്ങനെ കോൾഡ് സ്റ്റോറേജിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അപ്പോ അതിനുള്ള കോൾഡ് സ്റ്റോറേജിനുള്ള ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. then applicable only authorized personnel should have access to examination area. എക്സാമിനേഷൻ ഏരിയയിലോട്ട്, അതായത് നമ്മള് സാമ്പിളുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ. നമുക്കറിയാം ഒരു ലബോറട്ടറിയിൽ പേഷ്യന്റ് ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ, അതായത് നമ്മൾ റിസൾട്ടിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. അതുകൂടാതെ പേഷ്യന്റിനെ അവിടെ അകത്തേക്ക് വിളിക്കും അല്ലെ, നമ്മളുടെ സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് വിളിക്കും. അപ്പോ അത് കൂടാതെ ഓതറൈസ്ഡ് പേഴ്സണലിന് മാത്രമേ നമ്മൾ ഈ ലബോറട്ടറിയിലെ സ്പെസിമെൻസുകൾ ടെസ്റ്റ് ചെയ്യുന്ന അകത്തേക്ക് പ്രവേശനം ഓതറൈസ്ഡ് പേഴ്സണിന് മാത്രമേ ഉള്ളൂ. അതായത് അംഗീകൃതമായിട്ടുള്ള അവിടുത്തെ സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ മറ്റു നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് മാത്രമേ ഇത് ലാബില് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഏരിയകളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ അല്ലെ. അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ് ഏരിയ, അവരുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന ഏരിയയിലേക്കും, അതുപോലെ തന്നെ സ്പെസിമെൻസ്, നമ്മൾ സ്പെസിമെൻസുകൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്കും ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. ഓക്കെ, ലബോറട്ടറിയിൽ നമുക്കറിയാം സാമ്പിൾ അവരെടുത്തുകൊണ്ട് പോകും. ഈ സാമ്പിൾ പരിശോധിക്കുന്നിടത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? നമുക്ക് ചെന്ന് നോക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും പോയി നോക്കാറുണ്ടോ എന്താണ് അവർ ചെയ്യുന്നത്? ചിലപ്പോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാകും അല്ലെ, ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണണം എന്നൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് അതിനുള്ള അനുവാദം ഇല്ല. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഒരു ഗുഡ് ലബോറട്ടറി ഡിസൈൻസിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പോയിന്റ് വായിക്കുക, അർത്ഥം മനസ്സിലാക്കി വായിക്കുക. വെറുതെ വായിച്ചു പോകരുത്. ഓരോന്നും വായിക്കുമ്പോൾ അതിന്റെ കാര്യമായിട്ട് അർത്ഥം മനസ്സിലാക്കാം. ഓക്കെ, പെട്ടെന്ന് വായിക്കാം കേട്ടോ.
നിങ്ങൾക്ക് വായിക്കുമ്പോ അറിയില്ലാത്ത വേർഡുകള് മലയാളത്തിൽ തന്നെ ഒന്ന് എഴുതി പോകാം കേട്ടോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വായിക്കുമ്പോൾ അത് ഡൗട്ട് വരും. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് മെഡിക്കൽ ടേമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് മലയാളത്തിൽ തന്നെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. 9th പോയിന്റിൽ പറയുന്നത് മലിനീകരണം ഒഴിവാക്കാന്ന്, അവോയ്ഡ് ചെയ്യാന്ന്. മലിനീകരണം എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മുടെ പ്രത്യേക ഏരിയകളിൽ നിന്നും, അതായത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഏരിയയിൽ നിന്നും, അതുപോലെ തന്നെ സ്പെസിമെൻ കളക്ട് ചെയ്ത് നമ്മുടെ സാമ്പിളുകൾ കളക്ട് ചെയ്യില്ലേ ആ ഏരിയ, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ, ഡിസ്പോസൽ ഏരിയ, ഇവിടെ നിന്നെല്ലാം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ക്ലീനിങ്, മലിനീകരണം ഒഴിവാക്കി വെൽ ക്ലീനിങ് ആയിരിക്കണം. ഓക്കെ, ലാസ്റ്റ് വൺ പറയുന്നത് സ്പെസിമെൻസ്, സാമ്പിളുകൾ കളക്ട് ചെയ്ത് വെക്കുവാനായിട്ടുള്ള ഒരു കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. അതായത് ഫ്രിഡ്ജ് ഉണ്ടാവില്ല ലബോറട്ടറിയിൽ, ഇങ്ങനെയുള്ള ഒരു കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. ദെൻ എക്സാമിനേഷൻ റൂമിൽ, അതായത് ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്തു, അപ്പോ അത് എക്സാമിനേഷൻ അവർ പരിശോധിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് ഓതറൈസ്ഡ് പേഴ്സണിന് മാത്രമേ പ്രവേശനം പാടുള്ളൂ. അതുപോലെ അവരുടെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഭാഗത്തേക്കും മറ്റു വ്യക്തികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അഞ്ചാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, അത്യാവശ്യം വെന്റിലേഷൻ, നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം, വെന്റിലേഷൻ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം, ആവശ്യത്തിനുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി അല്ലെ, ഈർപ്പം ഉണ്ടായിരിക്കണം, നല്ലൊരു ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സും ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ വായിക്കുമ്പോൾ മീനിങ് മനസ്സിലാക്കി പോവുക കേട്ടോ. എട്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, വായിച്ചോ നിങ്ങൾ, കാർസിനോജൻസ്, അതായത് കെമിക്കൽസുകള്, അതുപോലെ തന്നെ റേഡിയോ ഐസോട്ടോപ്പ്, റേഡിയേഷനും മറ്റും ചെയ്യുന്ന ഏരിയയിലൊക്കെ റേഡിയോ വികിരണങ്ങളൊക്കെ ഉണ്ടാകും. ദെൻ ബയോ ഹസാർഡ്സ്, അതായത് മലിനീകരണങ്ങള്, വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റുകള്, ലേസർ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യില്ലേ ആ ഏരിയകളിൽ പ്രോപ്പർ ആയിട്ടുള്ള വാർണിംഗ് സൈൻസ് വെക്കാന്ന്. അതായത് ഈ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോഴേ ഇപ്പോൾ ഡയാലിസിസ് ചെയ്തതിന്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളും അങ്ങനെയൊക്കെ വരില്ലേ, അതുപോലെ തന്നെ ലബോറട്ടറിയിലും വാർണിംഗ് സൈൻസ് വെക്കും, സിംബൽസുകൾ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് വരുന്നുണ്ട് പഠിക്കാൻ കേട്ടോ. നമ്മൾ ലബോറട്ടറിയുടെ ഉള്ളിൽ വെക്കുന്ന സിംബൽസ് ആണ്. ഇങ്ങനെയുള്ള സിംബൽസുകൾ വെക്കുകയാണ്, അതായത് കൂടുതൽ പേഷ്യൻസിന് അറിയാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് വൺ പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഭാഗം നോക്കാം, ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. ഡിഫറെന്റ് ലെവൽസിലുള്ള ലബോറട്ടറീസുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാം. Medical laboratories according to NABL are divided into 4 as below. NABL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയാമോ, NABL ഫുൾ ഫോം. NABL എന്ന് വെച്ചാൽ എന്താ, NABL ഫുൾ ഫോം ഒന്ന് എഴുതി എടുക്കുക കേട്ടോ, ശ്രദ്ധിക്കുക, പറയാം, എഴുതാം. NABL എക്സാമിന് ചോദിക്കാറുണ്ട്, NABL എക്സ്പാൻഡഡ് ഫോം ആണ് ചോദിക്കാറ്. എഴുതാ, നാഷണൽ accreditation, national accreditation board for national accreditation board for സ്പെല്ലിംഗ് വേണോ, എഴുതിക്കോളൂലേ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ national
National Accreditation Board for Testing and Testing. Complete ചെയ്യാട്ടോ. National Accreditation Board for Testing and Calibration. National Accreditation Board for Testing and Calibration Laboratories. National Accreditation Board for Testing and Calibration Laboratories. കമന്റിൽ നോക്കുക സ്പെല്ലിംഗ് ആവശ്യമുള്ളവര്. ഓക്കെ, അപ്പോ നേബല് അതായത് ഈ ലാബുകളുടെയൊക്കെ ഒരു അംഗീകാരം നൽകുന്ന ഒന്നാണ് നേബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഈ നേബലിന്റെ അടിസ്ഥാനത്തിൽ നാലായിട്ടാണ് നമ്മൾ ലബോറട്ടറിയെ തരംതിരിച്ചിരിക്കുന്നത്. നോക്കാം. Medical laboratories according to NABL are divided into 4 as below. Irrespective of the place they are operating are equally applicable to both public and private sector. പബ്ലിക്കിലായിട്ടുണ്ടെങ്കിലും പ്രൈവറ്റ് സെക്ടറിലും നേബല് നാലായിട്ടാണ് ലാബുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 4 ആയിട്ടാണ്. ദെൻ ഇവിടെ 5 പറയുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ ലൊക്കേഷൻ ആണ് പറയുന്നത്. നോക്കാം. Small sized, medium sized, large sized and very large sized. ഇങ്ങനെയാണ് നമ്മൾ നാലായിട്ട് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അതോടൊപ്പം തന്നെ ഒരു മൾട്ടിപ്പിൾ ലൊക്കേഷൻ കൂടി വരുന്നുണ്ട്. സൈസ് 4 എണ്ണമാണ്. സ്മോൾ സൈസ്ഡ്, മീഡിയം, ലാർജ് ആൻഡ് വെരി ലാർജ് സൈസ്ഡ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. എക്സാമിന് പ്രീവിയസ്ലി എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. Okay, first one നോക്കാം. Small sized. A laboratory that receives sample of up to 100 patients per day. ഒരു ദിവസം 100 പേഷ്യൻസിൽ നിന്നും സാമ്പിളുകൾ സ്വീകരിക്കുന്നു. അതാണ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 100 പേഷ്യൻസിൽ നിന്നാണ് അവർ സാമ്പിളുകൾ കളക്ട് ചെയ്ത് 100 പേഷ്യന്റിന്റെയാണ് അവർ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഇറ്റ്സ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി. ക്ലിയർ ആയോ? സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പേഷ്യൻസിനെ ഒരു ദിവസം അവർ കോണ്ടാക്ട് ചെയ്യുന്നു. കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ചാൽ 100 പേഷ്യൻസിന്റെയാണ് അവർ സാമ്പിളുകൾ പരിശോധിക്കുന്നത്. നെക്സ്റ്റ് വൺ, മീഡിയം സൈസ്ഡ്. A laboratory that receive sample of up to 101 to 400 patients per a day. മീഡിയം സൈസ് ആകുമ്പോൾ 101 തുടങ്ങി 400 പേഷ്യന്റിന് വരെ ഒരു ദിവസം അവര് സാമ്പിളുകൾ പരിശോധിക്കുന്നു, സാമ്പിളുകൾ എടുക്കുന്നു. മീഡിയം സൈസില്. ഓക്കെ, ദെൻ മൂന്നാമതായിട്ട് ലാർജ് സൈസ്ഡ്. A laboratory that receive sample of more than 401 to 1000, 401 മുതൽ 1000 വരെ പേഷ്യൻസിന്റെ സാമ്പിളുകൾ ഒരു ഡേയിൽ അവർ കളക്ട് ചെയ്യുന്നതിനെയാണ് ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. Then next one, very large sized. Very large sized എന്ന് പറയുമ്പോൾ laboratory receive that more than 1000 patient, 1000 പേഷ്യൻസിൽ കൂടുതൽ ഒരു ദിവസത്തിൽ അവർ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നു. ഇതാണ് വെരി ലാർജ് സൈസിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ PDF തന്നെ ജസ്റ്റ് അതിന്റെ താഴെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ പറയുന്ന പോലെ ഒന്ന് നോട്ട് ചെയ്യാം. പഠിക്കാനായിട്ടുള്ള എളുപ്പമാർഗമാണ്. ഓക്കെ, പറഞ്ഞോട്ടെ? നോട്ട് ചെയ്യില്ലേ?
താഴെ തന്നെ എഴുതിയാൽ മതി, വേറെ നോട്ട്ബുക്കിലൊന്നും എഴുതണ്ട. അതിന്റെ താഴെ തന്നെ ഇത്തിരി സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് എഴുതാം. സ്മോൾ സൈസ്ഡ് എന്ന് എഴുതുക. സ്മോൾ സൈസ്ഡ്, സ്മോൾ സൈസ്ഡ്. ഹൈഫൻ ഇടാം, 100 എന്ന് എഴുതാം. 100 patient. 100 എന്ന് മാത്രം എഴുതിയാലും മതി. സ്മോൾ 100 കമന്റിൽ ഒന്ന് നോക്കി, ആ ഒരു മെത്തേഡിൽ തന്നെ എഴുതി പോണം കേട്ടോ. സ്മോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ സൈസിൽ 100. സെക്കൻഡ് വൺ എഴുതാം മീഡിയം സൈസ്ഡ്, അതിന്റെ താഴെ മീഡിയം സൈസ്ഡ് എന്ന് എഴുതാം. മീഡിയം സൈസ്ഡ് ഹൈഫൻ ഇടാം. 101 to 400, 101 to 400, 101 to 400. നെക്സ്റ്റ് എഴുതാം ലാർജ് സൈസ്ഡ് എന്ന് എഴുതാം. ലാർജ് സൈസ്ഡ് ഹൈഫൻ ഇടാം. 401 to 1000. More than, sorry, 401 to 1000. Then അടുത്തത് very large, very large. ഹൈഫൻ ഇടാം. more than 1000, more than 1000 എന്ന് എഴുതാം. more than 1000. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ ഒരു ഒറ്റ കാര്യം നമ്മളിപ്പോ എഴുതി വെച്ചില്ലേ, അത് മാത്രം നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഏത് വിധത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പറയാൻ പറ്റും. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്പേഴ്സ് ആണ്. ഓരോ ദിവസവും എത്ര പേഷ്യന്റിനെയാണ് ഉൾക്കൊള്ളുന്നത്, അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. അതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ബാക്കി ഏത് വിധത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ലെവൽസ് ഓഫ് ലബോറട്ടറി ആണ്. സ്മോൾ സൈസിൽ പറഞ്ഞു, ഒരു ദിവസത്തിലുള്ള 100 പേഷ്യൻസിനെയാണ് നമ്മൾ അവിടെ പരിഗണിക്കുന്നത്, സ്വീകരിക്കുന്നത്. മീഡിയം സൈസിൽ പറഞ്ഞു 101 മുതൽ 400 വരെ പേഷ്യൻസിന് റിസീവ് ചെയ്യുന്നു പെർ ഡേയിൽ. ദെൻ നെക്സ്റ്റ് നമ്മള് ലാർജ് സൈസ്ഡ്, പേഷ്യന്റിന്റെ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്, അതായത് സാമ്പിളുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. പേഷ്യന്റ് വരുന്നുണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നു. പേഷ്യന്റ് വന്നാലല്ലേ സാമ്പിൾ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് റിസീവ് ചെയ്യാന്ന് വെച്ചാൽ പേഷ്യൻസ് വരുന്നു, അവരുടെ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. ദെൻ ലാർജ് സൈസില് 401, ഒരു 401 മുതൽ 1000 വരെ പേഷ്യന്റ് വരുന്നു, സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നു. വെരി ലാർജ് സൈസില് മോർ ദാൻ 1000. ഓക്കെ, ഇനി അപ്പോ മെയിൻ ആയിട്ട് 4 സൈസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷൻ നോക്കാം. A laboratory having more than one location in the same district with the same legal identity. അല്ലെ, അതായത് ഇപ്പോ ഒരു ലബോറട്ടറി തന്നെ, ഇപ്പോ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ TDIC ഒരു എക്സാമ്പിൾ എടുക്കാം കേട്ടോ. അത് ഒരു ഏരിയയിൽ തന്നെ സെയിം ഡിസ്ട്രിക്റ്റിൽ, ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ അവരുടെ ഡിഫറെന്റ് പല പല ബ്രാഞ്ചസ് പല ഏരിയകളിൽ ഉണ്ടാകും ഇല്ലേ. ഇപ്പൊ നിങ്ങളുടെ അറിവിൽ തന്നെ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരെണ്ണം ഉണ്ടാകും. ഇവരുടെ തന്നെ ബ്രാഞ്ച് വേറെ മറ്റ് ആ ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ മറ്റ് വേറൊരു ലൊക്കാലിറ്റിയിൽ ഉണ്ടാകും ഇല്ലേ. അതിനെയാണ് ഈ മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. സെയിം ഐഡന്റിറ്റി, ഒരേ പേരിൽ തന്നെ അവരുടെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചുകൾ പല സെക്ഷനിലായിട്ട് അല്ലെങ്കിൽ പല ഏരിയകളിലായിട്ട് ഉണ്ടാകും. അതിനെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ടേമിൽ തന്നെ ഉണ്ടല്ലോ മൾട്ടിപ്പിൾ, ഒന്നിലധികം ലൊക്കേഷൻസ് സെയിം ഐഡന്റിറ്റിയിൽ ഒരേ പേരിൽ തന്നെ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ലെവൽസ് ഓഫ് ലബോറട്ടറി വായിക്കുക. ദെൻ നമ്മൾ എഴുതിയ ഷോർട്ട് നോട്ട് ഒന്ന് വായിക്കുക, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, പെട്ടെന്ന് വായിക്കുക. ദെൻ NABL ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. NABL ദെൻ ഈ സൈസിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ചിലപ്പോ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിലേ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ ഇങ്ങനെയായിരിക്കാം. A laboratory that receives sample of up to 101 to 400 patient
participants per day. Identify which level of laboratory. Question ചോദിച്ചൂടെ ഏത് level of laboratory ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിക്കാം സ്മോൾ സൈസ്ഡ് ലബോറട്ടറിയില് പെർ ഡേയില് എത്രത്തോളം സാമ്പിൾസ് ആണ് നമ്മൾ ഹൗ മച്ച് എത്ര സാമ്പിൾ ആണ് റിസീവ് ചെയ്യുന്നത് ആ ഒരു രീതിയിലും ചോദിക്കാം ഓപ്പോസിറ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോ നമ്മൾ എഴുതിയ ഷോർട്ട് നോട്ട് പഠിച്ചാൽ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും ഇല്ലേ? അതുകൊണ്ടാണ് അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂ വായിച്ചു നോക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണോ ഒരു സെക്ഷൻ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ട്രെസ് ചെയ്ത് അവിടെ പറയുന്നത് കേട്ടോ. പല പ്രാവശ്യം പ്രീവിയസിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ടീച്ചർ കുറച്ചും കൂടി നിങ്ങളോട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്ട്രെസ് ചെയ്തത് പറഞ്ഞു പോകുന്നത് കേട്ടോ. വായിക്കുമ്പോ ഒന്ന് പഠിച്ചും കൂടി പോവാട്ടോ. അത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ചെറിയ നോട്ട് അതും കൂടി ഒന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എക്യുപ്മെന്റ് അല്ലെ. ഒരു ലബോറട്ടറിയുടെ ഉള്ളിൽ ഒട്ടനവധിയായിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉണ്ട്. കണ്ടിട്ടുണ്ടോ എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണെന്ന്? അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമൊന്നുമില്ല എങ്കിലും പുറമേലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലോ? വെറുതെ ബ്ലഡ് പോയിട്ട് എടുത്ത് കൊടുത്ത് വരിക എന്ന് മാത്രമല്ലോ. നോക്കിയിട്ടുണ്ടോ ആരെങ്കിലോ എന്തൊക്കെ എക്യുപ്മെന്റുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കാൻ ചാൻസ് കുറവായിരിക്കും അല്ലെ. അപ്പൊ നോക്കാം കേട്ടോ എന്തൊക്കെയാണെന്ന് നോക്കാവേ. each laboratory നോക്കിയിട്ടുണ്ട്. ഓക്കെ, each laboratory should arrange a list of equipment needed for functioning of the laboratory depending on the kind of test performed. അല്ലെ, ഓരോ ലബോറട്ടറിയും അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അതായത് ഫങ്ഷനിങ് ഓരോ പരിശോധനകളെ ആശ്രയിച്ച് എന്തൊക്കെ ഉപകരണങ്ങളാണ് വേണ്ടത് അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ലിസ്റ്റുകൾ തയ്യാറാക്കാം. ഓരോ എക്യുപ്മെന്റുകൾ ഏതൊക്കെ എക്യുപ്മെന്റുകൾ വേണം, ഇനി പുതിയതായിട്ട് ഏതൊക്കെ എക്യുപ്മെന്റുകൾ വാങ്ങിക്കാനുണ്ട് അതിന്റെ എല്ലാം ലിസ്റ്റുകൾ തയ്യാറാക്കുക. എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ്. എന്തൊക്കെയാണ്? ഹാർഡ്വെയർ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്. Then measuring systems, laboratory information systems. മെഷറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അളക്കുന്ന, ഇപ്പൊ ബ്ലഡ് സാമ്പിളുകളും മറ്റും പരിശോധിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റംസും ഇൻക്ലൂഡഡ് ആണ്. അതായത് ലബോറട്ടറിയിലേക്ക് ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ ആണോ? നമ്മുടെ ടെസ്റ്റുകളുടെ റിസൾട്ട് ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ വരുന്നത്? അതാണ് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലബോറട്ടറിയിലുള്ള ആ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റംസുകൾ. Then the following should be made sure. ഇനി പറയുന്ന കാര്യങ്ങൾ എക്യുപ്മെന്റ്സിന്റെ ഭാഗത്ത് നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു ലബോറട്ടറിയിൽ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അപ്പോ ആ എക്യുപ്മെന്റ്സിന്റെ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം കേട്ടോ. പോയിന്റ് ആണ് ഫസ്റ്റ് വൺ നോക്കാം. Equipment should be chosen meet the requirement of the laboratory with regard to design and capacity. ആവശ്യകതകൾ അല്ലെ. അതായത് നമ്മൾക്കറിയാം
പ്രത്യേക രൂപകൽപ്പന ശേഷി ഉപയോഗിച്ചിട്ടാണ് ഓരോ ലബോറട്ടറിയുടെ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഓരോ എക്യുപ്മെന്റുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലെ, ഇപ്പൊ ഓരോ ഉപയോഗത്തിനും ഓരോ എക്യുപ്മെന്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഡിസൈൻ, അതിന്റെ ഓരോ, നമുക്കറിയാം ഇപ്പോ എല്ലാ എക്യുപ്മെന്റിനും ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഓരോ സെപ്പറേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് ബ്ലഡ് സാമ്പിൾ എടുക്കാനായിട്ട് നമ്മൾ സിറത്ത് ഉപയോഗിക്കുന്നു അല്ലെ. അതുപോലെ തന്നെ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറ്റു എക്യുപ്മെന്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ ഉപയോഗത്തിന് വേണ്ടുന്ന ടെസ്റ്റ് ട്യൂബ്, മൈക്രോസ്കോപ്പ്, അങ്ങനെ പല പല എക്യുപ്മെന്റുകൾ ഉണ്ട്. അപ്പൊ ഓരോ ഉപയോഗത്തിനും അതിൻ്റെതായിട്ടുള്ള എക്യുപ്മെന്റുകൾ എന്ത് ചെയ്യാ, ഉപയോഗിക്കുക. റിക്വയർമെന്റ്സ്, ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. Then രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് all equipment should be qualified before it is taken for clinical use. നമ്മൾ ഈ ഓരോ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അത് ഒന്ന് ക്വാളിഫൈഡ് ആണോ എന്ന് പരിശോധിക്കാന്ന് അല്ലെ. ഇപ്പോ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു എക്സാമിന് പോയി എന്ന് വിചാരിക്കാം, നമ്മുടെ കയ്യിലുള്ള ഒരു പേനയായിട്ട് പോയി, അത് തെളിയുന്നുണ്ടോ ഇല്ലെന്നൊന്നും നമ്മൾ നോക്കണില്ല. എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ പേനയ്ക്ക് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടാവും, ചിലപ്പോ എഴുതുന്നത് മീൻസ് മഷി വരുന്നില്ല, തെളിയാത്ത പ്രശ്നമൊക്കെ വരും. എന്തുകൊണ്ടാണ്? നമ്മൾ അതിക്ക് മുന്നേ അത് നോക്കിയില്ല, അത് കംഫർട്ടാണോ, നമുക്ക് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ലീക്കേജ് ഒക്കെ ഉണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്തില്ല. നമ്മൾ അവിടെ പോയി എക്സാം എഴുതുന്ന ടൈമിലായിരിക്കും പേന തെളിയുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോഴായിരിക്കും ചിലപ്പോ പേന തെളിയാതെ വരുന്നത്. ഇല്ലേ, എല്ലാവർക്കും അനുഭവത്തിലുള്ള ഒരു കാര്യമല്ലേ ഇത്? ആണോ? നമുക്ക് ചിലപ്പോ അത് നോക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടി കാണില്ല. ഇവിടെയും പറയുന്നത് ഓരോ എക്യുപ്മെന്റുകളും, ഉപകരണങ്ങള് ആ ഒരു മീൻസ് നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിലല്ല, അതിന് തൊട്ട് മുന്നിൽ തന്നെ, ബിഫോർ അല്ലെ, അതിന് മുന്നിൽ തന്നെ എന്ത് ചെയ്യാ, ഇതെല്ലാം വർക്കിംഗ് ആണോ, വർക്കബിൾ ആണോ, ക്വാളിഫൈഡ് ആണോ, ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട് പറയുന്നത് all equipment should be in usable condition at all times. എല്ലാ ടൈമിലും എല്ലാ എക്യുപ്മെന്റും യൂസബിൾ ആയിട്ടുള്ള, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻസിലാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ചിലപ്പോൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ബാറ്ററി പവർ ചാർജ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ചാർജ് ഉണ്ടോ, ബാറ്ററി ഫുൾ ആണോ എന്നൊക്കെ ചെയ്യാൻ ഉറപ്പുവരുത്തുക. ഇനി നാലാമതായിട്ട് പറയുന്നത് regular inspections, cleaning and maintenance of equipment should be performed. ഓരോ എക്യുപ്മെന്റുകളും റെഗുലർ ആയിട്ട് പരിശോധനകൾ നടത്താം. ദെൻ അത് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ മെയിൻ്റെനൻസ്, എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ദെൻ മെയിൻ്റെനൻസ് പെർഫോംഡ് ആസ് റെക്കമെൻഡേഷൻ ഓഫ് ദ മാനുഫാക്ചർ ഓർ മോർ ആസ് റിക്വയർഡ് അല്ലെ. ചിലപ്പോ കമ്പനികൾ തന്നെ അവർ വന്ന റിക്വയർമെന്റ് ഒക്കെ ചെയ്തു തരും, അങ്ങനെയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യും. അതുപോലെ വിത്ത് ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്, ചില എക്യുപ്മെന്റുകൾ ഓവർ യൂസ് ആകുമ്പോൾ അതനുസരിച്ചിട്ട് അതിനെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. നമ്മളുടെ ഫോൺ തന്നെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ, അത് ഓവർ യൂസ് ആണെങ്കിൽ എന്തായിരിക്കും, ഫോൺ ഹാങ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് ഇല്ലേ. ഇപ്പൊ നമ്മൾ സിസ്റ്റം തന്നെ ഒരുപാട് ഉപയോഗിച്ച് ഒരുപാട് തീമുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ നമ്മളെ ഫോണൊക്കെ തന്നെ ഹാങ് ആയി പോകും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ എക്യുപ്മെന്റുകളും ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അറ്റകുറ്റ മെയിൻ്റെനൻസുകൾ ചെയ്യുക. അതുപോലെ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്, ഏജിങ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കുറെ വർഷം പഴക്കമുള്ള എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ വർക്കിംഗ് ആണ് എങ്കിലും ഒത്തിരി വർഷം പഴക്കമുള്ള എക്യുപ്മെന്റുകളൊക്കെ ആണെങ്കിൽ അത് ഇടക്കിടക്ക് ഒന്ന് സർവീസിനൊക്കെ കൊടുക്കുക, അത് മെയിൻറ്റെയിൻ വർക്കുകളൊക്കെ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് 4 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. ആദ്യത്തെ 4 പോയിന്റ് കേട്ടോ. ഫസ്റ്റ് പോയിന്റോ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്യുപ്മെന്റ് ഷുഡ് ബി ചൂസൺ. നമ്മൾ എക്യുപ്മെന്റുകൾ തിരഞ്ഞെടുക്കുന്നത്, അതായത് നമ്മൾ അതൊരു പ്രത്യേക രൂപകൽപ്പന ചെയ്തതും കപ്പാസിറ്റി ഉള്ള എക്യുപ്മെന്റുകളായിരിക്കും, ഡിഫറെന്റ് തരത്തിലുള്ള എക്യുപ്മെന്റുകളാണ്. സോ രൂപകൽപ്പന ശേഷി ഉപയോഗിച്ച് ലബോറട്ടറിയുടെ ആവശ്യങ്ങൾക്ക്, ഓരോ ആവശ്യങ്ങൾക്കായിട്ട് അതിനു വേണ്ട എക്യുപ്മെന്റ് ഏതാണോ അത് തിരഞ്ഞെടുക്കുക. ഇപ്പൊ നമുക്കറിയാം ഓരോ ആവശ്യങ്ങൾക്കും ഓരോ എക്യുപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും കൂടി ഒരു ഉപകരണം ആയിരിക്കില്ലല്ലോ, ആണോ? എല്ലാത്തിനും കൂടി ഒരു എക്യുപ്മെന്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പൊ BP നോക്കണമെങ്കിൽ ആ BP അപ്പാരറ്റസ് വേണം. ഇപ്പോ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ
ഗ്ലൂക്കോമീറ്റർ ആയിരിക്കണം നോക്കേണ്ടത്. അങ്ങനെ ഓരോ ഏത് ആവശ്യത്തിനാണോ അതിന് അനുസൃതമായിട്ടുള്ള എക്യുപ്മെന്റുകൾ ചൂസ് ചെയ്യാം, തിരഞ്ഞെടുക്കണമെന്ന്. ഓക്കെ, ഫസ്റ്റ് 4 പോയിന്റ് വായിക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ, ഫോർത്ത് വണ്ണോ? ഫോർത്ത് വൺ പറയുന്നത് ഈ എക്യുപ്മെന്റുകൾ റെഗുലർ ആയിട്ട് പരിശോധിക്കണം എന്ന്. അതായത് എന്തെങ്കിലും വർക്ക് ആവാത്തതുണ്ടോ, ചിലപ്പോ ബാറ്ററി ചാർജ് ഇല്ലേ, അല്ലെങ്കിൽ ചാർജ് കംപ്ലീറ്റ് മീൻസ് അങ്ങനെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ എന്ന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം മെഷീൻസുകളും എക്യുപ്മെന്റുകളും. ദെൻ മെയിൻ്റെനൻസ് ചെയ്യാം, എന്തെങ്കിലും മെയിൻ്റെനൻസ് അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് മാനുഫാക്ചർ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നിർമ്മാതാക്കളുടെ മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഉണ്ടാവില്ലേ നമ്മൾ എക്യുപ്മെന്റ് വാങ്ങിച്ചത്, ചിലപ്പോൾ അവർ തന്നെ ഫ്രീ സർവീസ് ഒക്കെ ഒന്ന് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഓവർ യൂസേജ് ഒക്കെ ആണെങ്കിൽ അതിന് എക്യുപ്മെന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. ഓവർ യൂസേജും അതുപോലെ തന്നെ ഏജിങ് ആയിട്ടുള്ള ഒരുപാട് വർഷം പഴക്കം ചെന്ന എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ എന്ന് ഇടയ്ക്ക് വരുന്നത് ചെക്ക് ചെയ്തൊക്കെ നോക്കാം. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മളത് മലയാളം നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കാം, അപ്പൊ അത് എളുപ്പമായിരിക്കും. നമ്മൾ ഈ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറ് കേട്ടോ. ഇത് നമ്മളുടേതായ രീതിയിൽ ഇത് മനസ്സിലാക്കി വായിക്കാം, അപ്പൊ ഇന്നും നമ്മുടെ മനസ്സിൽ ആ പോയിന്റ് കിടക്കും. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് മനസ്സിൽ നിന്ന് മറന്നു പോകുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയാട്ടോ, നോക്കാം. Laboratory should maintain needful instruction for operation and maintenance of equipment in the form of SOP. SOP എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എഴുതി വെക്കുക, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഈ പേജ് ഞാൻ ചോദിക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം, ചോദിക്കാവേ. SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. A copy of the same should be made available near the equipment. SOP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നമ്മള് ഇപ്പൊ യൂസർ മാനുവൽ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. യൂസർ മാനുവല് നിങ്ങളൊരു ഫോൺ വാങ്ങിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കണമെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു യൂസർ മാനുവല് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് SOP എന്ന് പറയുന്നത് അത് തന്നെയാണ്, ഒരു യൂസർ മാനുവൽ ആണ്. അതായത് ഓരോ എക്യുപ്മെന്റുകൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ചെറുതായിട്ട് എഴുതിയിട്ടുള്ള ഒരു യൂസർ മാനുവൽ. അപ്പൊ അത് ഉണ്ടായിരിക്കണം എന്ന്. അതിന്റെ ഒരു കോപ്പി, എ കോപ്പി ഓഫ് ദ സെയിം ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ നിയർ എക്യുപ്മെന്റ്. ഓരോ എക്യുപ്മെന്റിന്റെ അടുത്തായിട്ട് ഇതിന്റെ SOP രൂപത്തില് ചെറിയൊരു രീതിയിൽ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത് എഴുതിയുണ്ടായിരിക്കണം. എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മൾ ATM പോകാറുണ്ടോ? ക്യാഷ് എടുക്കാൻ വേണ്ടി പോകില്ലേ? ഈ ATM കൗണ്ടറിന്റെ അവിടെ ആയിട്ട് നിങ്ങൾ മീൻസ് ആ വാളിൽ കണ്ടിട്ടില്ലേ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്? അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അതടിക്കുക അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും ഇല്ലേ? ആ ഒരു ഫോം, അതാണ് SOP എന്ന് ഉദ്ദേശിച്ചത്. എന്തുപറ്റി? ഒരു മിനിറ്റ്, ജസ്റ്റ് എന്തുപറ്റി? ഈ ചാപ്റ്റർ പേജ് ഇല്ലെന്നാണോ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കില്? ഇപ്പൊ ഓക്കെ ആയോ? ഉണ്ടോ? ഈ ചാപ്റ്ററിലെ പേജ് വിട്ടുപോയോ? അതാണോ? പേജ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ആണെന്ന്. ഓക്കെ, അപ്പോ നോക്കാം. അപ്പൊ SOP രൂപത്തില്, അതായത് ഒരു യൂസർ മാനുവൽ പോലെ SOP രൂപത്തിൽ കൊണ്ടുവരിക. ഓക്കെ, അപ്പോ ടൈമായി. അപ്പോ അടുത്ത പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.
ഓക്കെ, അപ്പോ 5 പോയിന്റ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഇനി 3 പോയിന്റ് കൂടി ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് പറയാം കേട്ടോ. ഫസ്റ്റ് തുടങ്ങി ആദ്യം തുടങ്ങി നമുക്ക് ഒന്നും കൂടി പറയാം. ഓക്കെ, അപ്പോ എടുത്തത്ര ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ദെൻ നമ്മള് ലബോറട്ടറിയുടെ ലെവൽസ് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് എടുക്കാം. ഒന്നും കൂടി പറയാം കേട്ടോ എക്യുപ്മെന്റിന്റെ. അപ്പൊ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.